അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സേമിയയും പഴം കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നത് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 പഴം, പഴുത്ത പഴം, ലേശം സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കറ്റ് സേമിയാണ്, പീസാക്കിയിട്ടുള്ള പാക്കറ്റ് സേമിയാണ് കേട്ടോ. ഇനി നമുക്ക് പഴം ഒന്ന് 4 പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. നല്ല പഴുപ്പ് കൂടിയതുമല്ല, ഇതൊരു മീഡിയം സൈസ് പഴുപ്പാണ് കേട്ടോ. ഇനി 4 പീസാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പറ്റ ചെറുതായി ആവരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറുതാക്കിയിട്ട് നല്ല ചെറുതായിട്ടുമല്ല, എന്നാൽ വലിയതായിട്ടുമല്ല, ആ രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതാ ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ 2 പഴം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ 2 പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് പഴം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഴം എടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇനി ഇതാ സേമിയ എടുത്തിട്ടുണ്ട്, പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് ഇതാ 2 ഗ്ലാസ് പാല് വേണം കേട്ടോ. പാലിലാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. ഇനി നമുക്കിതാ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതാ അണ്ടി മുന്തിരിക്ക് ഒന്നാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റി വരട്ടെ. ഇത് നമുക്ക് നെയ്യിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റിയാണ് ഈ കാരം കേട്ടോ. നെയ്യും കൂടിയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ് ഈ കാരം. ഇനി ഇതിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം വേണ്ടാന്ന് തോന്നുന്നവർക്ക് മധുരം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ശേഷം ഇതാ സേമിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സേമിയ അതിൽ എന്നിട്ട് ഒന്നങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ. ആ നെയ്യിൽ കിടന്നിട്ട് നല്ല ഒന്നങ്ങോട്ട് മുരിയട്ടെ കേട്ടോ. ഇനി അതിൻ്റെ കളറൊക്കെ ഒന്നങ്ങോട്ട് മാറുന്ന സമയത്ത് നമുക്ക് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഇനി മധുരം പോരാന്ന് തോന്നുന്നവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നങ്ങോട്ട് മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് വേവണ്ട, ഒരു പാകത്തിന് വേവ് മതി. ഇതാ നമ്മുടെ സേമിയ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാല് കൂടി പോയത് അപ്പോൾ സേമിയ നല്ല വെന്ത് പോവും. അപ്പോൾ നല്ല പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവും കേട്ടോ. നല്ല വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പഴം ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ്, നെയ്യും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.